ഹായ് ഹലോ വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് റീഡിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. പേഴ്സണൽ റീഡിങ് പെൻഡിങ് ആയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ റീഡിങ്സ് കൊടുത്തിട്ടില്ല. കുറേ ദിവസമായി ബുക്ക് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പം 7 days ചാറ്റ് എൻ്റെ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതായത് റീഡിംഗ് ബുക്ക് ചെയ്തിട്ട് ഞാൻ റീഡിംഗ് തരാതിരുന്ന ആളുകൾ എനിക്കൊന്നും കൂടി മെസ്സേജ് അയയ്ക്കുക. കാരണം 7 days ചാറ്റ് ക്ലിയർ ആയി പോയിട്ടുണ്ടാകും. മെസ്സേജ് അയച്ചിട്ടവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എനിക്ക് മെസ്സേജ് അയച്ചിടുക കേട്ടോ. എൻ്റെ ഹെൽത്ത് വളരെ 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 മോശമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ ആയിപ്പോയത്. ഓക്കെ, അപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പെയിൻ, വോമിറ്റിംഗ്, പിന്നെ ഫീവറൊക്കെ ആയിരുന്നു. ഈ ഒരു കുറച്ച് ദിവസത്തെ ഞാൻ വളരെ വളരെ ഡൗൺ ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് റീഡിങ്സും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് കാർഡ് റീഡ് നമ്മൾ ചെയ്യുന്നില്ല. പകരം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പേഴ്സണൽ റീഡിങ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 days ഓഫറാണ്. വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ ഞാൻ ഓഫർ കൊടുത്തു. ഞാൻ ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ എന്തിനാണ് റീഡിങ് കൊടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ 1K ആയത് ഒരു 20 daysലായിരുന്നു. നമ്മൾ തുടങ്ങി ഒരു 20 daysൽ നമ്മുടെ ചാനൽ 1K അടിച്ചു. 1 month മോണിറ്റൈസേഷനായി. 2 month ആകുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഏർണിങ്സ് കിട്ടി. അങ്ങനെ കുറച്ച് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും തന്നെ തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ലൈവ് റീഡിംഗ് കൊടുക്കുക, ഫ്രീ ലൈവ് റീഡിംഗ് കൊടുക്കുക, ഒരു ഫ്രീ കൺസൾട്ടിങ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു താങ്ക്സ് പോലും ഞാൻ ഈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ്ങിന് മെസ്സേജ് അയക്കുന്നവർ ചിലവർ പറയും, ചേച്ചി ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് കോളേജിലാണ്, നമ്മളതിൽ പൈസയില്ല. ചിലർ പറയും സാമ്പത്തിക പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുറഞ്ഞൊരു എമൗണ്ടിൽ ഞാൻ റീഡിംഗ് കൊടുത്തത്. ഫ്രീ റീഡിംഗ് ഞാൻ കൺസിഡർ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു കുറഞ്ഞ എമൗണ്ട് പോലും തരാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് ഞാൻ തരുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോഴത്തെ എന്തായാലും ഉണ്ടാവില്ല. കാരണം ഞാൻ ഹെൽത്ത് കൊണ്ട് വളരെ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഡേയ്സ് കഴിയും. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് തൊണ്ടയിൽ ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത്, ഞാൻ ഫൈനലി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സണൽ റീഡിംഗ്. ഒരു ലേഡിയുടെ പേഴ്സണൽ റീഡിംഗ് ആയിരുന്നു. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ലേഡിയുടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നമ്മളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്ര ടാരോട്ട് റീഡേഴ്സിന് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി ഞാനിത് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്ന ഒരു വ്യക്തി നെഗറ്റീവാണോ പോസിറ്റീവാണോ, അവർ ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്, ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ കുറേ നല്ല ആളുകളെ ഞാൻ കാണലുണ്ട്. അവരുടെ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. ഓക്കെ, അവരുടെ അടുത്ത് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. അവർക്ക് ഞാൻ ഒരുപാട് അഡ്വൈസ് കൊടുക്കാറുണ്ട്. അവരോട് ഞാൻ കൂടുതൽ ടൈം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, നെഗറ്റീവായിട്ട് വരുന്ന പേഴ്സൺസിനെ ഞാൻ പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. ഓക്കെ, അപ്പം എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അവസാനമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ലേഡി, ബ്ലാക്ക് മാജിക് ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സമാധാനം ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത്. അത് ലേഡീൻ്റെ കയ്യിലില്ല. ഓക്കെ, അതിൻ്റെ റീസൺ നോക്കുകയാണെങ്കിൽ ആ ലേഡി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലേഡി ഭയങ്കര നെഗറ്റീവ് വൈബ്രേഷനിലാണ് ജീവിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ അത് അവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ആ സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടാം. കാരണം ഒരു ജോലിയും കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നൊരു ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പൊതുവെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒളിച്ചോടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥലത്തിൽ നിന്നൊന്ന് മാറി താമസിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുക, അതൊക്കെ അവർക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഈ ലേഡിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ തനിക്കറിയാം ഇതെല്ലാം തന്നെ ഏൽക്കുന്നുണ്ട്, ഈ ഒരു നെഗറ്റീവ് എനർജിയിലാണ് താൻ ജീവിക്കുന്നതെന്നൊക്കെ ഈ ലേഡിക്കറിയാം. പക്ഷേ ഈ ലേഡി അവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഓക്കെ,
മനഃപൂർവ്വം ആ ഫീൽഡിൽ ജീവിക്കുന്നവർ ജീവിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ലേഡിയുടെ റീഡിങ് എടുത്ത സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ ആ ഒരു കുറച്ച് ടൈമിലെങ്കിലും ആ ഒരു ലേഡിയുടെ എനർജിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്, ജീവിച്ചത്. സീരിയസ്ലി നെഗറ്റീവ് വൈബ്രേഷൻ ഫീൽഡിൻ്റെ ഉള്ളിൽ ജീവിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ്, അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ബോഡി പെയിൻ ആയിരുന്നു. ഓക്കെ, ഞാൻ ആ ലേഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര നെഗറ്റീവ് വൈബ്രേഷനാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഓക്കെ, ഭയങ്കരമായിട്ട് ഞാനത് അവരുടെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻസ് വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ നിങ്ങളുടെ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടുകൂടാ, കാരണം നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് വൈബ്രേഷനിലാണ് കേട്ടോ. അപ്പം ഞാൻ ആ ലേഡിയുടെ എനർജിയിൽ കുറച്ച് നേരം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ എനിക്ക് മതിയായി. അപ്പം ഞാൻ എൻ്റെ പ്രൊട്ടക്ഷനൊന്നും നോക്കാതെയാണ് ഞാൻ ആ ഒരു ഇങ്ങനെ റീഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പേഴ്സണൽ റീഡിങ് ഒരുപാട് പേര് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ശ്രമിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് തന്നെ വന്നത് മെയിനായിട്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഓക്കെ, അതും. അപ്പോൾ ഈ ലേഡിയുടെ റീഡിങ് കഴിഞ്ഞു. ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോഡി പെയിൻ വന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളെല്ലാം തന്നെ കുത്തലായിരുന്നു, ഇഞ്ചക്ഷനായിരുന്നു എനിക്ക്. ഓക്കെ, ഒരു പച്ചവെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. എനിക്ക് ബുക്ക് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാർഡ്സ് നോക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവായിപ്പോയി. ഓക്കെ, ഞാൻ ഭയങ്കര നെഗറ്റീവായിപ്പോയി. ഞാൻ ആകെ എന്തൊക്കെയോ ആയി, എനിക്കറിയില്ല. ഇത്രയും ദിവസം വന്നതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയി വന്നത്. ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല, ഞാൻ റിക്കവർ ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴും ഓക്കെ അല്ല. എനിക്ക് ഇനിയും ഓക്കെ ആവാനുണ്ട് എൻ്റെ ഹെൽത്ത് ബേസ് ചെയ്തിട്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ടാരോട്ട് റീഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈസിയാണ് ഈ സംഭവം എന്ന് ഒരിക്കലും വിചാരിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ നമ്മുടെ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്രെയർ, അതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷൻ, സെൽഫ് ഹീലിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മളെ എത്ര പ്രതിരോധമുള്ള ഒരാളാണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നമ്മളെ കൊണ്ടുപോകും. ഞാനിത് എക്സ്പീരിയൻസ് ഒരു തവണയല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഞാനിത് പഠിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മാമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളിത് സിമ്പിളല്ല. നമ്മൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പം അവരുടെ എനർജീസ് നമ്മളെ എഫക്റ്റ് ആവും. ഓക്കെ, അവരിപ്പോൾ എന്തൊക്കെ എനർജിയിലുള്ളവരാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ എനർജി നമുക്ക് കിട്ടും, നമുക്ക് ദേഷ്യം വരും, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി, ഫസ്റ്റൊന്നും എനിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കരുതി അതൊക്കെ വെറുതെ ആണെന്നുള്ള രീതിയിൽ ഞാൻ പോയി. പക്ഷേ പോകെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരികയാണ്, ഞാൻ പേഴ്സണൽ റീഡിങ് കൊടുത്ത് വരികയാണ്. ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എനിക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ കരുതി മാം പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ, 2 ദിവസത്തിനുള്ളിൽ തരും, അല്ലെങ്കിൽ ഇത്ര ആളുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ടൈം കൺസിഡർ ചെയ്ത് നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ഇത്ര ലിമിറ്റ് വെച്ച് നമ്മൾ റീഡിങ് കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് തരേണ്ട മടി കൊണ്ടോ അല്ലെങ്കിൽ 2 വാക്ക് പറയാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് നെഗറ്റീവായിട്ട്, നിങ്ങൾക്ക് 2 വാക്ക് പറഞ്ഞാൽ പോരെ, ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ മാം, പ്ലീസ് മാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം മനസ്സിലാക്കുക, നമ്മളിത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഹെൽത്ത് ബേസ് ചെയ്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളുടെ ഹെൽത്ത് അല്ല, എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് മാത്രമേ എനിക്ക് ആ ഒരാൾക്ക് റീഡിങ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം മനുഷ്യർ ഡിഫറെൻ്റ് ആണ്, അവരുടെ എനർജി വളരെ 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 ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നിങ്ങളടുത്ത് മെയിനായിട്ടും ബുക്ക് ചെയ്ത് വെക്കാനും. അതുപോലെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എനിക്ക് ഞാൻ പഠിച്ച സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഗൈഡൻസും എല്ലാം തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം അത് എൻ്റെ മാമൊക്കെ എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പം അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് ഫീൽഡിലേക്ക് കൂടുതലായി ഇറങ്ങിയപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പം ഇത് ഞാൻ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിങ് ഇതൊരു ബിസിനസ്സാണ്. നിങ്ങൾ ബുക്ക് ചെയ്തിടാനൊക്കെ പറയുന്നത് എന്തിനാണ്, ഇപ്പം തന്നെ എടുത്ത് ഇപ്പം തന്നെ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പ്രൊസീജിയർ നിങ്ങളും കൂടി ഒന്ന് അനുസരിക്കുക. ഓക്കെ, അത് വെറുതെ
പിന്നെ ചില ആളുകൾ വന്നിട്ട് വെറുതെ ഇങ്ങനെ ചോദിക്കും, പേഴ്സണൽ റീഡിങ് ചോദിക്കും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പറയും സിറ്റുവേഷൻ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും അത് പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതായത് നമ്മൾ കാർഡ്സ് എടുത്ത് നോക്കണം. അതായത് നിങ്ങൾ സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ പാസ്റ്റ് എന്താ പ്രസൻറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറയും പേഴ്സണൽ റീഡിങ് നിങ്ങൾ എന്തായാലും എടുക്കണം, കാരണം പേഴ്സണൽ റീഡിങ് എടുക്കാതെ എനിക്കൊന്നും പറഞ്ഞുതരാൻ വേണ്ടി പറ്റത്തില്ല എന്ന്. ഓക്കെ, അപ്പോഴത്തേക്കും അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും, റീഡിങ്ങിന് വന്ന ആൾ പറയും, നിങ്ങൾ ഈ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കേട്ട പാടെ തന്നെ നിങ്ങൾക്കൊരു അഡ്വൈസ് തരിക, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക? ഞാൻ ആശ്രയിക്കുന്നത് ഈ ഒരു കാർഡ്സിനെയാണ്. ഓക്കെ, ഈ കാർഡ്സിനെ ആശ്രയിച്ചാണ് ഞാൻ നിങ്ങൾക്കൊരു റീഡിങ് തരുന്നത്. ഞാൻ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് ഞാൻ തരണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് തരുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ ഞാൻ ഗോഡല്ല. ഞാനെന്നല്ല ഒരു ടാരോട്ട് റീഡറും. നമുക്ക് സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഒരു കാര്യം നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും പവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്കും എന്താ പറയുക, ബുദ്ധനൊക്കെ പോലെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആളുകൾ, ആ ഒരു ജീവിതശൈലിയിൽ വരുന്ന ആളുകളൊക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മളൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലാക്കുക. അപ്പം നമ്മൾ അത്രയില്ലെങ്കിലും നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ലൈഫിനെ നമ്മുടെ പവർ മനസ്സിലാക്കി നമ്മൾ ആ ഒരു രീതിയിൽ മൂവ് ചെയ്തു കൊടുക്കുന്നു പേഴ്സണൽ റീഡിങ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയാണ്, ഗോഡല്ല, നമ്മൾ ദൈവമല്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആശ്രയിക്കുന്നത് ഈ കാർഡ്സിനെയാണ്. പിന്നെ കൗൺസിലിംഗ് ആയിട്ട് നമുക്ക് ചില മെത്തേഡ് സൊല്യൂഷൻസ് പറഞ്ഞു തരിക, ഹീലിംഗ് മെത്തേഡ് പറഞ്ഞു കൊടുക്കുക, മെഡിറ്റേഷൻ്റെ മെത്തേഡ്, മാനിഫെസ്റ്റ് മെത്തേഡൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെയുള്ള നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കണമെങ്കിൽ എനിക്ക് ഈ കാർഡ്സിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യരുത്, ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ അവരവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതെന്തിനാണ് അവർ ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, നിങ്ങൾ കരുതും ഭയങ്കര ചാടിയാണ്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷെ അല്ല, അത് അവരുടെ പ്രൊട്ടക്ഷനാണ്. അവരവരുടെ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു റീഡർ. ഓക്കെ, ഇല്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര മോശമാണ്. ഈ എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, പിന്നെ വെറുതെ ഇങ്ങനെ റീഡിങ് എടുത്ത് ആ പൈസ മേടിച്ചിട്ട് റീഡിങ് എടുക്കുന്നവരാണെങ്കിൽ അവർക്കത് അപ്പം കഴിഞ്ഞു, അവർക്ക് അത്ര വലിയ ഇതുണ്ടാവില്ല. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് 100% എഫേർട്ട് അതിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അക്യൂറേറ്റ് ആയിരിക്കണം, അവർക്ക് ലൈഫിൽ പ്രഡിക്ഷൻ നടന്നിരിക്കണം എന്നൊക്കെയുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് റീഡിങ് തരുന്നതൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ചിലവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് റീഡിങ്ങിന് ആവശ്യപ്പെടുന്നവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് അത്. ഓക്കെ, എനിക്ക് എൻ്റെതായ രീതിയിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് റീഡിങ് തരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ടാരോട്ട് റീഡേഴ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഒന്നെന്ന് വെച്ചാൽ പേഴ്സണൽ റീഡിങ്ങിന് ഭയങ്കര എമൗണ്ട് ആണെന്ന് എനിക്കറിയാം. അത് അവർക്കുള്ളൊരു പ്രതിഫലം അവർ മേടിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ബേക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു സമയത്തിന് അവർ അത്രയും എമൗണ്ട് മേടിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഒരിക്കലും ഇത്രയും കൂടുതൽ പൈസ മേടിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇപ്പം ഈ ഒരു 5 days ഓഫർ ഞാൻ കൊടുത്തത് പോലും ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് ബിസിനസ് അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. അങ്ങനെ പറയുന്നവരുടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇതെനിക്ക് ബിസിനസ് അല്ല. ഓക്കെ, ഞാൻ ഒരു വലിയൊരു എമൗണ്ട് മേടിച്ചിട്ട് ചെയ്യുന്നതാണ്, എനിക്കതിലൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ചിലവാക്കുന്ന അല്ലെങ്കിൽ ഞാൻ കളയുന്ന സമയത്തിന് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്, ഡെഫിനറ്റ്ലി ബിസിനസ്സാണ്. പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഓഫർ എന്ന് വെച്ചാൽ അത്രയും കുറഞ്ഞ എമൗണ്ടിൽ കൊടുക്കുമ്പം എൻ്റെ സമയം ഞാൻ ഒരുപാട് വേസ്റ്റ് ചെയ്യാണ്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓഫർ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും റീഡിംഗ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിനെ ബിസിനസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് കാണേണ്ടി വന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ നെഗറ്റീവായിട്ടുള്ള ആളുകളെയും പോസിറ്റീവായിട്ടുള്ള ആളുകളെയൊക്കെ ഒരുപാട് പേരെ ഞാൻ മീറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും പേഴ്സണൽ റീഡിങ് ഇനി കുറേ നാളത്തേക്ക് ഉണ്ടാവത്തില്ല. കാരണം അത്രത്തോളം എൻ്റെ ഹെൽത്ത് മോശമായി പോയി. ഓക്കെ, ഞാൻ
എനിക്കറിയുന്നില്ല ഞാൻ ജീവിക്കൂ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്കറിയുന്നില്ല. ഞാൻ എല്ലാം സ്റ്റോപ്പായി, എൻ്റെ എല്ലാം സ്റ്റോപ്പായി. ഞാനിങ്ങനെ ഇരിക്കുക വെറുതെ. എനിക്ക് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടാണ്. ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും കുത്തിവെച്ചിട്ട് എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റി താട്ടെ എന്ന് വരെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു പോയി. അത്രയ്ക്കും എൻ്റെ ഹെൽത്ത് മോശമായിപ്പോയി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം നിർബന്ധിക്കുന്നവരെടുത്ത് നിർബന്ധിക്കരുത്. ഓക്കെ, അതായത് പേഴ്സണൽ റീഡിങ്ങിന് നിർബന്ധിച്ച് വരുന്ന ആളുകൾ മനസ്സിലാക്കുക, ഒരു റീഡറുടെ പ്രൊസീജിയർ അനുസരിച്ച് അവർ റീഡിങ് തരുന്നതിന് ഒരു കാരണമുണ്ട്. ഓക്കെ, അവർ മേടിക്കുന്ന ഒരു എമൗണ്ടിന് പോലും ആ ഒരു പ്രതിഫലത്തിന് പോലും ഒരു കാരണമുണ്ട്. വെറുതെ മേടിക്കുന്ന കാര്യങ്ങളൊന്നല്ല. ഇത് സിമ്പിളല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡ്സിനെ, വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെനിക്ക് ഇതുവരെ ഒരു കള്ളമായിട്ട് തോന്നിയിട്ടില്ല. സോ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ നമ്മളെങ്ങനെ ബഹുമാനിക്കുന്നു, ഒരു ഗോഡിനെ നമ്മളെങ്ങനെ ബഹുമാനിക്കുന്നു, ആ രീതിയിൽ അതിനാണ് ഈ ഒരു കാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് ക്ലെൻസിങ് കാര്യങ്ങൾ. ആ ഒരു ക്ലെൻസിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം, ഒരു റീഡറുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതാണിപ്പോൾ നടന്നത്. ഇത് ഞാൻ എന്തിനാണ് ഷെയർ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും മനസ്സിലാവാത്ത ആളുകളെടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. അവനവൻ്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നോക്കി മാത്രമേ ഒരു റീഡറിന് റീഡിങ് തരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് വളരെ മോശമായി പോവും. ഒന്ന്, നിങ്ങളുടെ എനർജി ബേസ് ചെയ്തിട്ടാണ് അവർ റീഡിങ് തരുന്നത്. നിങ്ങളുടെ എനർജി അവരെ ബാധിക്കും ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. സോ അവർ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് പേര് ഇത് ബിസിനസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പൈസ തന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചവിട്ടിത്തേക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വന്നിട്ട് പറഞ്ഞത്. നമ്മൾ നാളെ മുതൽ കണ്ടിന്യൂസ്ലി ജനറൽ റീഡിങ്സ് നമുക്കുണ്ടാകും. അപ്പം ഞാൻ ഇപ്പോഴും ഓക്കെ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ടാരോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ബേസിക്സ് പഠിക്കാതെ നിങ്ങൾ ടാരോട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അത്യാവശ്യമാണ് ലൈഫിൽ കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, അത്യാവശ്യമാണ്. അപ്പം നമുക്കും ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ റീഡിങ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്തവർ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. മേ ബി ഞാൻ റീഡിങ് തരും, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തു തരും സൊല്യൂഷനായിട്ട്. കുറച്ചൊന്ന് വൈകുമായിരിക്കാം റിപ്ലൈ, ഒരുപാട് ദിവസം വൈകില്ല, പെട്ടെന്ന് റിപ്ലൈ തരും. കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, പറയണമെന്ന് തോന്നിയത്. ഓക്കെ, ഞാനിത് അന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ചുമ വരുന്നു, അങ്ങനെ അത് മെഡിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ ഒരു ഫീവർ എനിക്ക് വന്നത്, ഞാൻ മഴ നനയോ മഞ്ഞ് കൊള്ളുമോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല. എനിക്ക് ഫൈനലി ഞാൻ ആ ഒരു റീഡിങ് എടുത്ത്, എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഐ തിങ്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ് കഴിച്ചൊരു ഫീലാണ് ആ ഒരു ലേഡിയുടെ എനർജി. ഓക്കെ, ലേഡി അല്ല ഞാൻ പറയുന്നത്, അത് ആരെന്താന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ എനർജി ഭയങ്കര ബാഡായിട്ട്. ഓക്കെ, അപ്പം ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാകുമായിരിക്കാം റീഡേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരുപാട് പേര് പഠിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്, യൂട്യൂബായിട്ട് ഇറങ്ങുന്നുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് പ്രൊട്ടക്ഷനൊന്നും യൂസ് ചെയ്യാതെ, ഞാനും ഇതുപോലെ ഇറങ്ങി വന്ന ഒരാളാണ്, പക്ഷെ പ്രൊട്ടക്ഷനൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഇതിന്. ഓക്കെ, എനിക്കറിയില്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.